ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാധരൻ വീട്ടിൽ വന്നതിന് ശേഷം വൈജയന്തിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നത് ഇത് ആദ്യമായിട്ട് എങ്ങനെയൊക്കെ പോകുന്നത്, അതും ആരോടും പറയാതെ എന്ന് പറയുന്നത് നമ്മുടെ മാലതിയുടെ അടുത്ത് ഗംഗാധരൻ പറയും കേട്ടോ. ആ സമയത്ത് മാലതി പറയും അവൾക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ പിന്നെ ഈ ബാലചന്ദ്രൻ എങ്ങനെ 23 വർഷം മുൻപേ നടന്നതൊക്കെ അറിയുന്നത്. എന്തായാലും ബാലചന്ദ്രന്റെ അടുത്തേക്ക് ഞാൻ കൂടി വരാന്ന് പറഞ്ഞിട്ട് മാലതിയും കൂടെ ആ ഹോട്ടൽ റൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ഇവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്ന്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ചൂടാവുന്നുണ്ട്. കള്ളത്തരം കൊണ്ട് മോടി പിടിപ്പിച്ച കുടുംബം എന്ന് പറഞ്ഞ് വരെ ആക്ഷേപിക്കുന്നൊക്കെയുണ്ട്. ചെറ്റത്തരാടോ നിങ്ങൾ എന്നോട് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഗംഗാധരന് പറ്റുന്നില്ല. ബാലചന്ദ്രൻ മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അതിനുശേഷം മാലതിയാണ് ബാലചന്ദ്രന്റെ അടുത്ത് സംസാരിക്കുന്നത്. വൈജയന്തിയുടെ ആ സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മാലതി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ ആയതിനു ശേഷം വൈജയന്തിക്ക് അവളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം മാലതിയോടായിട്ട് ചോദിക്കും, എന്നിട്ട് വൈജയന്തി 23 വർഷം മുൻപേ പ്രസവിച്ച ആ കുഞ്ഞെവിടെ പോയി, ബാലചന്ദ്ര ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അത് രാവുണ്ണി അമ്മാവൻ വൈജയന്തിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത കഥ. ആ കുഞ്ഞ് ഇപ്പം മരിച്ചോ അത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് മാലതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.